തിരുവനന്തപുരത്ത് പോലീസ് വെടിവയ്പ് നടത്തുകയാണ്. ഒരു BJP കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഈ വെടിവയ്പും ബഹളവും? അല്ല, ഇപ്പോൾ മേയർ വി രാജേഷിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ വന്നു. രാജേഷ് പറയുന്നത് വിപിൻ എന്ന് പറയുന്ന അവിടുത്തെ SHO CI ആണ്, ഇൻസ്പെക്ടർ. ഇയാൾ CPM അറിയപ്പെടുന്നൊരു ഗുണ്ടയാണ്. ഇയാളെ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടുവന്നതാണ്. അവിടെ വന്നതിന് ശേഷം ഇയാൾ CPM വേണ്ടി വിടുപണി ചെയ്യുകയാണ്. ഓർക്കുന്നില്ലേ, അവിടെ BJP പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് വിഷയമുണ്ടായി. മുൻ DGP ആയ ശ്രീലേഖ വന്ന് പോടാ പുല്ലേ പോലീസെ എന്ന് വിളിച്ച് മുൻ DGP കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കേണ്ട സാഹചര്യം ഉണ്ടായി. ഇയാൾ കാണിച്ച തെമ്മാടിത്തരങ്ങൾ കൊണ്ടാണെന്നാണ് അന്ന് ആക്ഷേപം ഉയർന്നത്. അതിനുശേഷം ഇയാളെ നിർബന്ധ അവധിയിലേക്ക് വിട്ടു. നിർബന്ധ അവധിയിലേക്ക് വിട്ട ഇയാളെ തിരുവനന്തപുരത്ത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു BJP സ്ഥാനാർത്ഥിയോട് മത്സരിച്ച് തോറ്റുപോയ ഗുണ്ടാ പശ്ചാത്തലമുള്ള CPM നേതാവ് കമ്മീഷണർ ഓഫീസിൽ പോയി കുത്തിയിരുന്ന് തിരിച്ചടിപ്പിച്ചതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവങ്ങൾ. CPM അതൃപ്തിക്കിരയായ ഒരു കൗൺസിലർ, അവിടെ വാഴോട്ടുകോണം ഭാഗത്തെ കൗൺസിലർ സുഗതൻ എന്ന് പറയുന്ന കൗൺസിലറെ ഇന്നലെ വീട്ടിൽ കയറി ബലമായി പിടിച്ചുകൊണ്ട് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരം കാണിക്കുന്നുണ്ട്, ദേഹത്ത് മുഴുവൻ അടികൊണ്ട പാടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നു ഭാര്യയെ മർദ്ദിച്ചു, മുതുകത്ത് ചവിട്ടിയ പാടുകൾ കാണിക്കുന്നു, അവരുടെ താലിമാല വലിച്ചു പൊട്ടിച്ചു, എന്നിട്ട് ആകാശത്തേക്ക് ഇയാൾ വെടിവെക്കുന്നു. BJP പ്രവർത്തകർ വന്ന് സംഘം ചേർന്ന് ചെറുത്തു എന്നാണ് പറയുന്നത്. ഒരു BJPക്കാരും അവിടെ വന്നില്ല എന്നാണ് പറയുന്നത്. കാരണം വന്നത് ബന്ധുക്കളാണ്. എന്താ പ്രശ്നം? വീട്ടിൽ കയറി ഇങ്ങനെ അറസ്റ്റ് ചെയ്യാൻ മാത്രം എന്താണ് കാരണം? ഇപ്പോൾ പറയുന്നൊരു കാര്യം, ഇയാൾ സുഗതൻ കൊടുത്തിരുന്ന മുൻകൂർ ജാമ്യ അപേക്ഷ ഹൈക്കോടതി തള്ളി. ശരി, തള്ളിയിരുന്നു. പക്ഷേ ഇന്ന് ഹൈക്കോടതി സുഗതൻ്റെ അപേക്ഷ പരിഗണിക്കുന്നുണ്ട്. കാരണം സുഗതന് ചിക്കൻ പോക്സ് വന്നതുകൊണ്ട് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ മുൻകൂർ ജാമ്യ അപേക്ഷ തള്ളുമ്പോൾ കോടതി പറയാറുള്ളത് നിങ്ങൾ പോലീസിന് കീഴടങ്ങണം എന്നാണ്. അങ്ങനെ കീഴടങ്ങാൻ എനിക്ക് അവകാശമാണ്. ചിക്കൻ പോക്സ് ആണ്, ട്രീറ്റ്മെൻറ്റ് എടുക്കണം, അതുകൊണ്ട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണം എന്നൊരു അപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കാതിരിക്കുകയാണ്. ഇത് പരിഗണിച്ചാൽ ചിലപ്പോൾ എക്സ്റ്റൻഷൻ കൊടുക്കും എന്ന് ഈ പോലീസുകാർക്കറിയാം. അതുകൊണ്ട് രാത്രി വീട്ടിൽ കയറിയിട്ട് ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നു. പക തീർക്കാൻ വേണ്ടി ആകാശത്തേക്ക് വെടിവെക്കുന്നു. പ്രായപൂർത്തിയാവാത്ത 8ഉം 14ഉം വയസ്സുള്ള കുട്ടികളുണ്ട്. ഈ കുട്ടികളെ വരെ മർദ്ദിച്ചു. അവരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ഗുണ്ടായിസം കാണിക്കുന്നത്. അഭിജിത്ത് എന്ന് പറയുന്ന SIO മറ്റാണെന്ന് തോന്നുന്നു. അഭിജിത്ത് എന്ന് പറയുന്ന പോലീസുകാരനും ഈ വിപിനും അവിടെ BJPയുടെ പ്രവർത്തകരെ കണ്ടാൽ ഒരു ബഹുമാനം കൊടുക്കാതെ, CPM കണ്ടാൽ മുണ്ടടിച്ചിട്ട് നിൽക്കും, അല്ലെങ്കിൽ പഞ്ചപുച്ഛ മടക്കി സല്യൂട്ട് അടിച്ച് നിൽക്കുന്ന ചില എരപ്പാളി പോലീസുകാരുണ്ട്. രാഷ്ട്രീയ യജമാനന്മാർ, അത് BJP ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, CPM ആവട്ടെ, രാഷ്ട്രീയക്കാരുടെ എന്തു തിട്ടൂരവും നിയമവിരുദ്ധവും ആയ എന്തുത്തരവും അനുസരിക്കുന്ന ആളുകളെ നമുക്ക് എരപ്പാളി പോലീസിനെ വിളിക്കാൻ പറ്റുള്ളൂ. കേരള പോലീസിൽ മഹാഭൂരിപക്ഷവും കൊള്ളാവുന്ന ഓഫീസർമാരാണ്. പക്ഷേ ചില ആളുകളുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വെള്ളം കോരികളും വിറക് വെട്ടികളുമായി മാറാറുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓഫീസറാണ് എന്നതിൻ്റെ സൂചനകളാണ് ഈ വിപിനെ കുറിച്ച് ഇപ്പോൾ രാജേഷ് പറയുന്നത്. വി രാജേഷ് മേയറാണ്. മേയർ പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടെയാണ് സംസാരിക്കുന്നത്. മേയർ അപ്പം നിങ്ങൾ ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ചിലരൊക്കെ ചോദിക്കും ഇതിനെക്കുറിച്ച് വരുമ്പോഴത്തേക്ക് കേരളത്തിലെ ഈ ചില കമ്മ്യൂണിസ്റ്റുകാരും, സ്വാഭാവികമായും കമ്മ്യൂണിസ്റ്റുകാരുടെ ഗുണ്ടാപ്പണിയാണല്ലോ വിപിൻ എടുത്തതെന്ന് BJPക്കാർ പറയുന്നത്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരും പിന്നെ സുഡാപ്പികളും ആഘോഷിക്കുകയാണ്. തിരുവനന്തപുരത്ത് BJPക്ക് നഗരസഭാ ഭരണം കിട്ടിയത് വലിയ അതൃപ്തിയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഒരു കൗൺസിലർ സ്ഥാനം എങ്ങാനും പോയി കിട്ടിയാൽ ഭരണം അനിശ്ചിതത്തിലാകുമല്ലോ എന്ന് കരുതുന്നവരുണ്ട്. അവർ പറയുന്നത് കാപ്പ കേസിൽ പ്രതിയല്ലേ UPയിൽ വെടിവെച്ചാൽ. UPയിൽ വെടിവെക്കുന്നത്, പോലീസ് വെടിവെക്കുന്നുണ്ട് ഭീകരമായ കൊലപാതകങ്ങൾ നടത്തുന്നവരെ, സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെ ഒക്കെയാണ്, ഗുണ്ടകളെ ഒക്കെ വെടിവെക്കുന്നുണ്ട്. ഇത് സുഗതൻ്റെ പേരിൽ എന്താ കേസുള്ളത്? കാപ്പ കേസിനെ കുറിച്ച് ഞാൻ പരിശോധിച്ചു. കാപ്പ കേസ് എന്ന് പറഞ്ഞാൽ 7 വർഷത്തിനുള്ളിൽ 3ലേറെ കേസുകളിൽ കുറ്റപത്രം കൊടുക്കുകയോ ഒരെണ്ണത്തിലെങ്കിലും ശിക്ഷിക്കപ്പെടുകയോ ചെയ്ത ആളായിരിക്കണം. നാട്ടിലെ ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് വിഘാതമുണ്ടാക്കുന്ന ഗുണ്ടയായിരിക്കണം. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കണം. സ്ത്രീകളെ ഉപദ്രവിക്കുന്നവരായിരിക്കണം. ഇങ്ങനെ വല്ലതും സൂദനെക്കുറിച്ച് ആക്ഷേപമുണ്ടോ? ഇല്ല. സൂദൻ BJP പ്രവർത്തകനാണ്. BJP പ്രവർത്തകരുടെ മെക്കിട്ട് കയറാൻ ചെന്നാൽ ചിലപ്പോൾ തിരിഞ്ഞു നിന്ന് എന്താടാ എന്ന് ചോദിക്കും. ഇപ്പോൾ സമീപകാലത്ത് അവിടെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉച്ചഭാഷിണി വെക്കുന്നതുമായി ഒരു തർക്കമുണ്ടായി. വിപിൻ എന്ന് പറയുന്ന ഈ CI ഇൻസ്പെക്ടർ പോയി അവിടെ പ്രശ്നമുണ്ടായി. സൂദനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അതിൻ്റെ ചുരുക്ക് തീർക്കാൻ വേണ്ടി ഇയാൾ കാട്ടിക്കൂട്ടിയ തെമ്മാടിത്തരമാണ് ഇതെന്താണ് BJP പ്രവർത്തകർ പറയുന്നത്. നമുക്ക് ഇതിൻ്റെ നിജസ്ഥിതി അറിയില്ല. BJPയുടെ വെർഷനാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അതിൽ സ്വാഭാവികമായും അതിൽ ചില വസ്തുതകൾ ഉണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്യാൻ വീട് വളഞ്ഞ്
പോകേണ്ട കാര്യമൊന്നുമില്ല. തിരുവനന്തപുരത്ത് BJP ഉത്തരവാദപ്പെട്ട 3 MLA-മാരുള്ള പാർട്ടിയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന പാർട്ടിയാണ്. ഇയാൾ അറസ്റ്റിന് വഴങ്ങാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ പോലീസിന് ചെയ്യാവുന്നത് BJP-യിലെ ഉത്തരവാദപ്പെട്ട ആളുകളെ കൗൺസിലർ ആയതുകൊണ്ട് വേണമെങ്കിൽ മേയറെങ്കിലും വിളിച്ചു പറയാം. അങ്ങനെ നിയമമൊന്നുമില്ല കേട്ടോ, ഒരു നിയമവുമില്ല. വേണമെങ്കിൽ അവിടെ വെടിവെപ്പ് ഒക്കെ നടത്തി ഭീകരാന്തരീക്ഷം ഉണ്ടാക്കുന്നതിലും നല്ലത് മേയറെ വിളിച്ച് നിങ്ങളുടെ കൗൺസിലറോട് കീഴടങ്ങാൻ പറയണം കേട്ടോ. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളതാണ്, അത് നടപടി എടുക്കാൻ പറ്റില്ല. ഇതാണ് ഒരു ജെന്റിൽമാൻ ഡീൽ എന്ന് പറയുന്നത്. മാന്യമായ സമീപനമാണ്. അങ്ങനെ ചെയ്യണമെന്ന് ഒരു നിയമവും ഇല്ല, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. പക്ഷേ അതല്ല, BJP-ക്കാരെ കണ്ടാൽ ഓടിച്ചിട്ടിടിക്കണം എന്ന് പറയുന്ന വിപിൻ എന്നൊക്കെ പറയുന്ന ഇവരെ പോലെയുള്ള ചില പോലീസുകാരെ ഗുണ്ടായിസം, CPM-ൻ്റെ ഗുണ്ടാപ്പണി യൂണിഫോം ഇട്ടിട്ട് നടത്തുമ്പോഴാണ് ചിലപ്പോൾ ഒക്കെ പലയിടത്തുമൊക്കെ വെച്ചാൽ ആളുകൾ ഇരുട്ട് വാക്കിന് നല്ല പൊട്ടീര് കൊടുക്കുന്നത് ചിലർക്കൊക്കെ മേടിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള പോലീസുകാരുടെ എണ്ണം പക്ഷേ ഇപ്പം കുറവാണ്. എല്ലാവരും വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരാണ്. അവർക്ക് രാഷ്ട്രീയമുണ്ടെങ്കിലും കുറച്ചൊക്കെ വളരെ ന്യായമായി നീതിയുക്തമായി പ്രവർത്തിക്കുന്ന ആളുകളാണ് കേരള പോലീസിലെ ഏതാണ്ട് എല്ലാ ഓഫീസർമാരും. കാരണം രാഷ്ട്രീയം പോലീസുകാർക്ക് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരൊക്കെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളം പോലെ വളരെ സജീവമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു സമൂഹത്തിൽ സ്വാഭാവികമായും പോലീസിലേക്ക് വരുന്നവർക്കും രാഷ്ട്രീയമുണ്ടാകാം. പക്ഷേ ആ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ മറ്റുള്ളവരുടെ നെഞ്ചത്തോട്ട് കുതിര കയറുന്ന സ്വഭാവമൊന്നും കേരള പോലീസിന് ഇപ്പോൾ ഇല്ല. അതാണ് സത്യം. പക്ഷേ ഇത് ഇങ്ങനെ സംഭവിച്ചു. ഈ സ്ത്രീയുടെ താലിമാല പൊട്ടിച്ചുകൊണ്ട് പോയി. ഇപ്പം തമിഴ്നാട്ടിലെങ്ങാനും പോയി പോലീസുകാരൻ താലിമാല വെട്ടിയാൽ അവർ പോലീസുകാരുടെ കൈ വെട്ടും. അവരുടെ കഴുത്തിൽ കെട്ടുന്ന താലിച്ചരട് മഞ്ഞൾ കെട്ടും അല്ലേ, അത് അവർ വളരെ പവിത്രമായി കരുതുന്ന ഒരു കാര്യമാണ്. അപ്പോൾ താലിമാല പൊട്ടിച്ചുകൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ ഇനി വേണമെങ്കിൽ അത് ആരോപണമാണെന്ന് പറയാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സുഗതൻ്റെ ഭാര്യയുടെ താലിമാല പോയി, ഞങ്ങളത് പൊട്ടിച്ചുകൊണ്ട് പോയി എന്നുള്ളത് പോലീസ് ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല. അപ്പോൾ ഇത് വലിയ ഒരു ഗുണ്ടായിസമാണ്. ചിക്കൻ ബോക്സ് വന്നിട്ട് ഒരാൾ ഹൈക്കോടതിയിൽ ഒരു കേസുള്ളപ്പോൾ അതിനുവേണ്ടി ഇന്നും കാക്കാമായിരുന്നു പോലീസിന്. ഇന്ന് കോടതിയിൽ ഇരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ചെയ്യാമായിരുന്നു. മുൻകൂർ ജാമ്യാപേക്ഷ കൊടുത്തു എന്ന പേരിൽ എത്രയോ കേസുകളിൽ പോലീസ് അതിൻ്റെ തീരുമാനം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കാറുണ്ട്. ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷനുണ്ട്, അത് അറിഞ്ഞിട്ട് ചെയ്യാം എന്നാണ് പൊതുവിൽ വലിയ ക്രിമിനലുകളുടെ കാര്യത്തിൽ ചെയ്യാറുള്ളത്. ഇനിയിപ്പോൾ ഒരു കൗൺസിലറായിട്ട് ഇങ്ങനെയുള്ള ആളുകളൊക്കെ കൗൺസിലറായിട്ട് ഇരിക്കാമോ എന്ന് ചോദിച്ചാൽ നിയമസഭയ്ക്കകത്തിരിപ്പുണ്ടെന്നേ ഫസൽ വധക്കേസിലെ പ്രതി കാരായി രാജൻ ജയിലിലായിരുന്നു. അയാളെ കാപ്പ ചുമത്തി നാട് കടത്തിയതാണ്. എത്രയോ വർഷം കാരായി രാജൻ എറണാകുളത്ത് വന്ന് താമസിച്ചിട്ടുണ്ട്. 2 വർഷത്തിന് മുകളിലായിട്ട് കണ്ണൂർ ജില്ലയിൽ കയറരുതെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. അപ്പം കാരായി രാജനൊക്കെ കൊലപാതകി എന്ന് ആക്ഷേപമുള്ള CBI കേസിൽ പ്രതിയായ കാരായി രാജന് MLA ആയിട്ട് അവിടെ ഇരിക്കാം. ഒരാൾക്ക് സുഗതന് കൗൺസിലറായിട്ടിരിക്കാൻ പറ്റില്ല. സുഗതൻ ആരെയും കൊന്നിട്ടില്ല, സുഗതൻ ആരെയും ബലാത്സംഗം ചെയ്തിട്ടില്ല, സുഗതൻ ആരെയും തട്ടിക്കൊണ്ടുപോയിട്ടില്ല, സുഗതൻ ഒരു വീടിനും ബോംബെറിഞ്ഞിട്ടില്ല. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ കാപ്പ ചുമത്തേണ്ട കേരളത്തിലെ ഏറ്റവും കുപ്രസിദ്ധനായ നേതാവാരാണെന്നറിയോ? ആർഷോയാണ്. ആർഷോ എത്ര കേസിൽ കാപ്പ ചുമത്തിയിട്ടുണ്ട്? ആർഷോയ്ക്കെതിരെയാണ് ഇങ്ങനെ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയെങ്കിൽ ഈ വിപിൻ വീട്ടിൽ കയറി വെടിവെച്ച് പിടിക്കുമോ? വിപിൻ്റെ ചില ഭാഗമൊക്കെ വിറയ്ക്കും അല്ലേ? ഇതാണ്. അപ്പം BJP-ക്കാരോട് എന്തും ചെയ്യാം എന്നൊക്കെ കരുതുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട്. അപ്പം നീതിയുക്തമായി പെരുമാറുക എന്നുള്ള പോലീസിന്റെ ഗുഡ് വില്ലിന് സൽപ്പേരിന് അത്യാവശ്യമാണ്. എന്താ പറയാൻ പറഞ്ഞത്? അത് കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട ഒരു ഗുണ്ടയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു, കാപ്പ കേസ് ചുമത്തിയിട്ട് തന്നെ. പക്ഷേ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് പെരുമാറിയ പെരുമാറ്റവും കാണണം പോലീസുകാർക്ക്. എന്ത് വിനീത വിധേയരായിട്ടാണ് പെരുമാറിയതെന്നറിയാമോ? അയാളോട് വളരെ മാന്യമായിട്ട് പെരുമാറുന്നു. അയാൾ വളരെ ശാന്തനായിട്ട് സ്റ്റേഷനിൽ നിർത്തുന്നു, പിടിച്ചിങ്ങനെ ആനയിച്ച് കൊണ്ടുപോകും. അത് കാരണം എന്നറിയോ? ഗുണ്ടകളോട് ഒരു മാന്യമായിട്ട് പെരുമാറും. ഗുണ്ടകളോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ എന്ന് പറയുക അവർ വീട്ടിൽ കയറി പണിയും. രാഷ്ട്രീയക്കാരാകുമ്പോഴത്തേക്ക് രാഷ്ട്രീയക്കാരങ്ങനെ ചെയ്യത്തില്ല. സൂതനെ ഇങ്ങനെയൊക്കെ ചെയ്തു, സൂതനെ മർദ്ദിച്ചു, സൂതൻ്റെ ഭാര്യയെ മർദ്ദിച്ചു, സൂതൻ്റെ കുട്ടികളെ മർദ്ദിച്ചു എന്നതൊക്കെ ശരിയാണെന്നിരിക്കട്ടെ. അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും സൂതനും സൂതൻ്റെ പാർട്ടിയും വിപിൻ്റെ വീട് അന്വേഷിച്ച് പോയി ആ വീടിന് കല്ലെറിയോ പെട്രോൾ ബോംബെറിയോ വിപിനെ വഴി കിട്ടുമ്പോൾ അടിക്കുകയോ ചെയ്യത്തില്ല. പക്ഷെ ഗുണ്ടകളാണെങ്കിൽ ചിലപ്പോൾ ഇത് സംഭവിക്കും. ഗുണ്ടകളാണെങ്കിൽ അവർ അന്വേഷിക്കും, വിപിൻ്റെ വീട് എവിടെയാണ്, വിപിൻ്റെ വീട്ടിൽ ആരൊക്കെ അവിടെ ഉണ്ട് എന്ന് അന്വേഷിക്കും. നമ്മൾ സിനിമയെ മാത്രമല്ല പലയിടത്തും പല ഗുണ്ടകളും ചെയ്തിട്ടുണ്ട്. നിന്നെ കണ്ടോളാം, നിൻ്റെ വീട്ടുകാരെ ശരിയാക്കും, നിൻ്റെ മക്കളെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഗുണ്ടകൾ പരാതിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ലണ്ടനിലുള്ള ഹൈക്കമ്മീഷണറെ വിളിച്ചിട്ട് സംസാരിച്ചിരിക്കുന്നു. അവിടെ ഒരു മുസ്ലിം വിഭാഗത്തിനെതിരെ വിധി പറഞ്ഞ മുൻ ജഡ്ജിയുടെ മകളെ ലണ്ടനിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അയാൾക്ക് ലണ്ടനിൽ മതിയായ സുരക്ഷ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക്
നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ചിലരോട് കളിച്ചാൽ വീട്ടിൽ കയറിയ ഒരു പണിയും. രാഷ്ട്രീയക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയക്കാരാണെങ്കിൽ, പ്രത്യേകിച്ച് കേരളത്തിലെ BJP ആണെന്ന് ചെയ്യൂല. അതറിയാം. അതുകൊണ്ടാണ് ചില പോലീസുകാർക്ക് ഗുണ്ടകളെ കാണുമ്പോൾ, കാപ്പ ചുമത്തേണ്ട യഥാർത്ഥ ഗുണ്ടകളെ കാണുമ്പോൾ പ്രിയം പറഞ്ഞുള്ള ഭയഭക്തി ബഹുമാനം ഉണ്ടാവുന്നത്. ഏതായാലും വിപിൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസറെ കുറിച്ച് ഇത് രണ്ടാമത്തെ പരാതിയാണ്. പരാതി എന്ന് പറയുക ആൾക്ക് BJP-കാരെ കാണുമ്പോൾ ഒരു ചൊറിച്ചിലുണ്ടാവുന്നു എന്നാണ് പൊതുവിലുണ്ടാവുന്നത്. ഇത് സൂക്ഷിക്കേണ്ടതാണ്. ഇത് ചികിത്സ ആവശ്യമുള്ള ഒരു രോഗമാണ്. ഇതിനുള്ള ചികിത്സ കേരളത്തിൻ്റെ DGP ഇപ്പോൾ കേരള പോലീസിൻ്റെ തലപ്പത്തിരിക്കുന്ന രവാഡ ചന്ദ്രശേഖർ, എനിക്കറിയാവുന്ന ഏറ്റവും ഉത്തമനായ ബെസ്റ്റ് ക്വാളിറ്റിയുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് അങ്ങനത്തെ ഈ തമ്മാടിത്തരങ്ങളൊന്നും കൂട്ടുകയറി. ഈസ് എ വെരി ഗുഡ് കോപ്പ്. നമ്മൾ എല്ലാ അർത്ഥത്തിലും കോപ്പ് എന്ന് പറയുന്ന പോലീസുകാരല്ലേ. അപ്പോൾ ലണ്ടനിൽ പോലീസുകാരെ ബോബി എന്നാണ് വിളിക്കുന്നത്. കാരണം സ്നേഹത്തോടെ വിളിക്കുന്ന പേരാ. പോലീസുകാർക്ക് ഓമന പേരാ ബോബി. ഇവിടെ പോലീസുകാരെ തക്കം കിട്ടിയാൽ ഇപ്പോഴും പോലീസുകാർ വിളിക്കുന്ന പേര് ചിലരുടെ പ്രവർത്തികളുണ്ട് കേട്ടോ. പോലീസുകാരിൽ മഹാപുരി. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ പോലീസിലുണ്ട്, പല റാങ്കിലുള്ളവർ. അപ്പോൾ എത്രയും അതിൽ എനിക്കറിയാവുന്ന എല്ലാ പോലീസുകാരും വളരെ ജെന്റിൽമാൻ പോലീസുകാരാണ്. അപൂർവം ചില ആളുകൾ ഇങ്ങനെ വന്നിട്ട്, ഇപ്പം നമ്മളറിയില്ലേ, തിരുവനന്തപുരത്തെ ഫോർട്ട് സ്റ്റേഷനിൽ ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്നു. ഏതാനും ക്രിമിനൽസാണ്. കേരള പോലീസിൽ ക്രിമിനൽസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ക്രിമിനൽസ് ഉണ്ട്. പക്ഷെ അവരാണ് ഇത് ചെയ്യുന്നത്. ഈ ആധുനിക കാലത്തും 20-ാം നൂറ്റാണ്ടിലും ഉരുട്ടിക്കൊല്ലുന്ന പോലീസുകാരുണ്ട്, ആളെ കിട്ടിയ ഇടിക്കുന്ന പോലീസുകാരുണ്ട്. കാരണം ഈ യൂണിഫോമിൻ്റെ ഒരു ബലമുണ്ടല്ലോ, അതിന് ആ ബലം എന്ന് പറയുന്നത് ജനം കൊടുക്കുന്നൊരു ബഹുമാനമാണ്. ആ ബഹുമാനം, ആ കാക്കിക്ക്, അതിലുള്ള മുദ്രകൾക്ക് രാജ്യം കൊടുക്കുന്ന ചില അടയാളങ്ങളുണ്ടല്ലോ, ആ അടയാളങ്ങളെയാണ് ജനം മാനിക്കുന്നതെന്ന് പോലീസുകാർ തിരിച്ചറിയണം. ഏതായാലും തിരുവനന്തപുരത്തെ സംഭവം സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ്. BJP കൗൺസിലർ ഈ പറയുന്നത് പോലെ ഒരു പക്കാ ഗുണ്ടയാണെങ്കിൽ വാഴോട്ടുകോണം ഭാഗത്ത് ഇയാൾ തിരഞ്ഞെടുപ്പ് എങ്ങനെ ജയിക്കും? ഇപ്പം നമ്മുടെ കേരളത്തിൽ എന്തൊക്കെയാണേലും ഒരു പക്കാ ക്രിമിനലിനെ, കൊള്ളക്കാരനായ, ഗുണ്ടയായ, പിടിച്ചുപറിക്കാരനായ, ആളുകളെ വെട്ടുന്നവനായ, സ്ത്രീകളെ ഉപദ്രവിക്കുന്നവനായ, ബലാത്സംഗിയായ, തട്ടിക്കൊണ്ടുപോകലുകാരനായ ഒരുത്തൻ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഏത് പാർട്ടിക്കാരാണെങ്കിലും ജനം വോട്ട് ചെയ്യത്തില്ല. അപ്പോൾ തിരുവനന്തപുരത്ത് വാഴോട്ടുകോണത്ത് ജനങ്ങൾക്ക് സൂതൻ തങ്ങളെ പ്രതിനിധീകരിച്ച് നഗരസഭയിൽ പോകേണ്ട ആളാണ് എന്ന് തീരുമാനിച്ചെങ്കിൽ അയാളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് കരുതുന്ന ഒരു ജനവിഭാഗമുണ്ട്. ഉറപ്പല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ വിപിൻ എന്ന് പറയുന്ന ഈ പോലീസ് ഓഫീസർ കുറ്റക്കാരനാണോ, അയാളുടെ വ്യക്തി വൈരാഗ്യമാണോ അവിടെ നടന്നത് എന്ന് മേയർ ഉൾപ്പെടെ ഉള്ളവർ പറയുമ്പോൾ അതിൻ്റെ ഒരു നിജസ്ഥിതി അറിയാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണം. പോലീസ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള സേനയാണ്. നമ്മുടെയൊക്കെ ക്രമസമാധാനം ഉറപ്പാക്കുന്ന, നമ്മളൊക്കെ വീട്ടിൽ കിടന്ന് ശാന്തമായി ഉറങ്ങുന്നത് പോലീസുകാർ ഉറങ്ങാതെ കാവൽ നിൽക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ കൊള്ളയും തട്ടിക്കൊണ്ടുപോകലും ഒക്കെ നടക്കും. അപ്പോൾ പോലീസിന് ആവശ്യമായ റെസ്പെക്റ്റ് കൊടുക്കണം എന്നതിൽ ഒരു തർക്കവുമില്ല. പോലീസ് ഇല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അരാജകത്വമാണ്. പോലീസിന് ആദരവ് കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. പക്ഷെ പോലീസുകാരും പൊതുപ്രവർത്തകരോട് തിരിച്ചങ്ങനെ ചെയ്യണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും ഇതിൻ്റെ നിജസ്ഥിതി പുറത്തു വരട്ടെ. മേയർ പറഞ്ഞ അഭിപ്രായങ്ങളെ കൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വർത്തമാനം പറയുന്നത്. നമ്മൾ ഇത്തരം കാര്യങ്ങൾ തുടർന്നും പറയും. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഇന്ന് തന്നെ അത് ചെയ്യണേ.